കൂട്ടുകാരെ, ഇന്ന് വൈകുന്നേരം മീൻ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ പുത്രന് വയറ്റ് വേദന, ഭയങ്കരമായ വയറ്റ് വേദന. അപ്പോൾ പിന്നെ വയറ്റ് വേദന മാറണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ മാറുമെന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ. നമ്മൾ സ്ഥിരം മീൻ വാങ്ങുന്നത് റഹീമണ്ണൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. ആരാ ഫോട്ടോ എടുക്കുന്നത്? നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ പുള്ളിയുടെ ഒരു പുഞ്ചിരി കാണണമായിരുന്നു കേട്ടോ. ഈ ചെറുക്കൻ എൻ്റെ കൂടെ എവിടെ വേണേലും കറങ്ങാൻ ഇറങ്ങിക്കോളൂ രാത്രി ആയിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ എവിടെ വന്നേടാ നീ? മീൻ മേടിച്ച് നീ എവിടെ വരേണ്ടത് നിനക്ക്? അങ്ങനെ മീൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇഷാവാങ്ക് വിളിച്ചത്. നേരെ പള്ളിയിലേക്ക് വന്ന് ഇഷാ നിസ്കരിച്ച് മലപ്പുറത്തുള്ള ഒരു ഉസ്താദാണിത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബിലാൽ മസ്ജിദ്. അങ്ങനെ ഞങ്ങളുടെ ചെറുക്കൻ്റെ വയറ്റ് വേദനയുടെ ഗുളിക കഴിച്ചു. അണ്ട വയറ്റ് വേദനയുടെ ഗുളിക അത് കാണിച്ചേ. എന്ത് അടുത്ത് കാണിക്ക്. വയറ്റ് വേദന ശരിക്കും അങ്ങനെയാണോ? നോക്കട്ടെ, എത്തിച്ച് വയറ്റ് വേദനയുടെ ഗുളിക നോക്കട്ടെ. ഇതാണ് വയറ്റ് വേദനയുടെ ഗുളിക കേട്ടോ. വയറ്റ് വേദനയുടെ ഗുളികയൊക്കെ തിന്നിട്ട് പോവാം. തിന്നോണ്ടിരിക്കുക വയറ്റ് വേദനയുടെ ഗുളിക. വയറ്റ് വേദനയൊക്കെ മാറി. നിസ്കരിച്ചാലേ വയറ്റ് വേദന മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാണ്ട് ഉസ്താദിനെയൊക്കെ കണ്ട് ഉസ്താദ് ടാറ്റ പറഞ്ഞേ. ഉസ്താദ് ടാറ്റയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പുത്രൻ ഇതുപോലെ വയറ്റ് വേദന വരും. അപ്പോൾ ഉടനെ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിപ്പിക്കുകയോ മീൻ മേടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വയറ്റ് വേദന അങ്ങ് പോകും. ഇല്ലടാ അതിലേ?